ഹിന്ദി ഹൃദയഭൂമി മറന്നേക്കൂ എന്നാണ് നിരീക്ഷകരും സർവേകളും പറയുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് വ്യക്തമായിട്ടുള്ള കാൽവെപ്പുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ മാറ്റുവാൻ BJPക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നുള്ളത്. അതായത് എടുത്തു പറയുന്നത് 2013 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് രാജസ്ഥാനിലും മധ്യപ്രദേശിലും നല്ല വിജയമുണ്ടായിട്ടുണ്ട്. 2013 കഴിഞ്ഞ് 2014 പൊതു തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2013 പോളിംഗ് ശതമാനം നല്ലവണ്ണം കുറവായിരുന്നു. 2014 പോളിംഗ് ശതമാനം കുറവായിരുന്നു. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് 2018 കോൺഗ്രസിന്റെ ഒരു തരംഗമില്ലേ ഹിന്ദി ഹൃദയഭൂമിയിലെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും തരംഗം സൃഷ്ടിച്ചെടുത്തപ്പോൾ ആ സമയം രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കൂടിയിരുന്നു. മധ്യപ്രദേശിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 75.6% 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ രാജസ്ഥാനിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 72.6%. അതായത് 2013 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം കടന്നു വന്നപ്പോൾ ആ പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കി കൊടുത്തത് കോൺഗ്രസിനാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് അവിടെ തിരിച്ചു വരികയും ചെയ്തു. 2013 ഒരു പകരം ചോദിച്ച് 2018 കോൺഗ്രസ് അധികാരത്തിലേറുകയും ചെയ്തു. അത് മാത്രമല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം കുത്തനെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം കൂടുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിരീക്ഷകരും മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ പോളിംഗ് ശതമാനം കൂടിയതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി നിന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനം കൂടിയതുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ തരംഗവും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പൊതു തിരഞ്ഞെടുപ്പിലും അത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഗ്രാമീണ മേഖലകളിൽ മോദിക്കെതിരെയുള്ള ഒരു തരംഗം നിലനിൽക്കുന്നുണ്ട്. അതായത് കർഷകർ ഒന്നടങ്കം മോദിക്കെതിരെ വലിയ രീതിയിൽ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം രാജസ്ഥാനിലും മധ്യപ്രദേശിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം കർഷകർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട സർക്കാർ, ആ സർക്കാരിന് എല്ലാവിധ പിന്തുണയുമാണ് പലയിടങ്ങളിലും ഗ്രാമീണർ നൽകുന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിന് അനുകൂലം എന്ന് പറയാനുള്ള കാരണമായി എടുത്തു പറയുന്നത് ഗ്രാമീണ വോട്ടുകളൊക്കെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് കോൺഗ്രസിന്റെ ഒരു മുൻതൂക്കമാണ് കാണിക്കുന്നതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല രാജസ്ഥാനിലെ ഗെഹ്ലോട്ടിന്റെ നീക്കമായാലും മധ്യപ്രദേശിലെ കമൽനാഥിന്റെ നീക്കമായാലൊക്കെ ജനങ്ങൾ കൈയടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിരീക്ഷകർ പറയുന്നത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എന്തുകൊണ്ടും ഇപ്രാവശ്യം കോൺഗ്രസ് തരംഗം തന്നെയായിരിക്കും നിലനിൽക്കുക എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.